ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഒരു കാര്യം പറയാൻ പോണത്. എപ്പോഴും ലൈവ് വരുമ്പോൾ ചോദിക്കും, ചേച്ചി എൻ്റെ നാളൊന്ന് പറഞ്ഞതാ, ചേച്ചി എൻ്റെ നാളൊന്ന് പറഞ്ഞതാ എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ ഒത്തിരി നാളൊന്നും പറയാൻ അറിയില്ല, എന്നാലും എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. തിരുവോണ നാളിനെ കുറിച്ച് ഇന്ന് ഞാൻ പറയാം. തിരുവോണ നാളെന്ന് പറയുന്നത് ചെറു പ്രായത്തിൽ ഇത്തിരി കഷ്ടപ്പാടും ഒക്കെ ഉള്ള ഒരു നാളാണ്. നല്ല സ്വഭാവമുള്ള നാളാണ്. പിന്നെ പരോപകാരിയാണ്. എല്ലാവരെയും സഹായിക്കാൻ നല്ലൊരു മനസ്സുള്ള ആളുകളാണ്. പിന്നെ ഒത്തിരി കൂട്ടുകാരുള്ള ആളുകളാണ്. കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് ഇവരൊരു സ്വഭാവം. പൈസ കൈ കിട്ടിയ കൂട്ടുകാർക്ക് വേണ്ടി അടിച്ചു പൊളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. പിന്നെ ജോലി ചെയ്യുന്നിടത്ത് സ്ഥിരം ഒരു ജോലിക്ക് അവർ അടങ്ങി നിൽക്കില്ല. ഈ നാളുകാർ ഒത്തിരി ഒരു 1-2 വർഷം നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറി വേറൊരു ജോലി തിരക്കും. അതാണ് ഇവരൊരു ജോലി. നല്ലോണം അധ്വാനിക്കും. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിക്കും. പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അങ്ങനെ ആണ് അവരുടെ ഒരു സ്വഭാവം. ആകർഷിക്കും. പിന്നെ ഒരു സ്വഭാവം, സഹായമൊക്കെ ചെയ്യും. ആർക്കെങ്കിലും ഒരു 100 രൂപ കൊടുത്താൽ അവർ പറയും ഞാൻ 200 രൂപ കൊടുത്തെന്ന് പറയുന്ന ഒരു സ്വഭാവവും കൂടി തിരുവോണം നാളുകാർക്കുണ്ട്. അമിതമായി കൂട്ടുകാരെ സഹായിക്കും, പക്ഷെ അവരൊന്നും തിരിച്ച് സഹായിക്കില്ല. എന്നാലും അവർ സഹായിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞ് ഇന്നടുത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്ന് അവരെ സഹായിക്കാനുള്ളതൊക്കെ നോക്കും. അങ്ങനെയുള്ള ഒരു മനസ്സാണ്. നല്ല ദൈവാധീനമൊക്കെ ഉള്ള മനസ്സാണ്. ഈശ്വരവിശ്വാസിയാണ്. ഭയങ്കരമായുള്ള ഈശ്വരവിശ്വാസമൊന്നുമില്ല, ഈശ്വരവിശ്വാസിയാണ് എന്നും പറഞ്ഞ് എപ്പോഴും അമ്പലത്തിലൊന്നും അങ്ങനെ പോവില്ല. എന്നാലും വിശ്വാസിയാണ്. കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടും. കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒരു സ്വഭാവവും കൂടി ഉള്ള നാളാണ് തിരുവോണക്കാർ. നല്ലതുപോലെ പാചകം ചെയ്യാൻ ചിലവർക്കൊക്കെ അറിയാം കേട്ടോ. തിരുവോണ നാളുകാർക്ക് നല്ലോണം ആഹാരം ഉണ്ടാക്കാൻ അറിയാം. അവർക്കൊരു ചെറിയൊരു കൈപ്പുണ്യമുണ്ട്. ചിലപ്പോൾ ഒരു പുളിമുളക് ഞവിടി തന്നാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ള നാളാണ് തിരുവോണം നാളുകാർ. ഈ നാളുകാർക്ക് ചെറിയ പേരുദോഷങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അവരുടെ സംസാര രീതി വെച്ചാണ്. പിന്നെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള നാളാണ്. എന്നാലും അവർ അതൊക്കെ പറഞ്ഞ് ജോയിച്ച് മുന്നോട്ട് പോകും ജീവിതം. വേണ്ടാത്ത കാര്യത്തിനും വേണ്ടുന്ന കാര്യത്തിനും ഒരു പൈസ ഒത്തിരി ചിലവാക്കും. അത് സൂക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ നാളുകാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. കയ്യിൽ കിട്ടിയാൽ അത് ആരെങ്കിലും വന്നിപ്പോൾ ഒന്ന് ചോദിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിച്ചാൽ അത് അവരെടുത്ത് കൊടുത്തിരിക്കുക. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഈ നാളുകാരുടെ സ്വഭാവമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ വലയങ്ങളുണ്ട്. അതിൽ പെട്ടുപോയാൽ പിന്നെ അവർക്ക് ആണ് എല്ലാം ചെയ്യാൻ ആഗ്രഹം. വീട്ടിൽ കുടുംബത്തിന് ചെയ്യുന്നേക്കാളും കൂട്ടുകാരെ സഹായിക്കാനാണ് ഈ നാളുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് അലിവുള്ള നാളാണ് തിരുവോണം.